ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂസ് മിസൈലാണ് ബ്രഹ്മോസ്. ആകട്ടെ ഹെവി മിസൈൽ കാറ്റഗറിയിൽപ്പെടുന്ന ഭാരമേറിയ ബ്രഹ്മോസ് പോലുള്ള മിസൈലുമായി പറന്നുയരാൻ കഴിയുന്ന ലോകത്തിലെ ഒരേയൊരു ഫൈറ്റർ പ്ലെയിനും. ഈ രണ്ട് ആയുധങ്ങളും ചേരുമ്പോൾ ഉണ്ടാകുന്ന കോംബോ ചൈനീസ് നേവിയുടെ പേടി സ്വപ്നമാകുന്നതെങ്ങനെ? ഇന്ത്യക്ക് നേരെ കടൽ വഴി ഒരു ആക്രമണം നടത്തണമെങ്കിൽ ആദ്യം ചൈനയ്ക്ക് ആൻഡമാനിലുള്ള ഇന്ത്യയുടെ സൈനിക താവളങ്ങളെ നശിപ്പിക്കണം. ഇത്തരമൊരു നീക്കം ചൈന നടത്തിയാൽ ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്ന് ആൻഡമാനിലേക്കുള്ള ദൂരം 1400 കിലോമീറ്ററിൽ താഴെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബ്രഹ്മോസ് മിസൈലുമായി ഇന്ത്യയിൽ നിന്ന് പറന്നുയരുന്ന സു-30ക്ക് ആൻഡമാനിന് സമീപമെത്തി ശത്രുവിന്റെ ആക്രമണ പരിധിക്ക് പുറത്തുവെച്ച് തന്നെ 800 കിലോമീറ്റർ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈലിനെ ലോഞ്ച് ചെയ്ത് ചൈനീസ് പടക്കപ്പലുകളെ കടലിൽ മുക്കി യാതൊരു അപകടവും കൂടാതെ ഇന്ത്യയിൽ തിരിച്ചെത്താൻ 3000 കിലോമീറ്റർ റേഞ്ചുള്ള സു-30ക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇത്തരത്തിൽ അപകടകരമായ ഒരു മിസൈൽ ഫൈറ്റർ കോംബോ സ്വന്തമായുള്ള ഒരേ ഒരു രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പടക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കാൻ ചൈന രണ്ടാമതൊന്നുകൂടി ആലോചിക്കും.